അങ്ങനെ ലോകകപ്പ് ഫുട്ബോൾ 2026 തിരശ്ശീല വീണപ്പോൾ കഴിഞ്ഞ തവണത്തെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയെ തകർത്തുകൊണ്ട് സ്പെയിൻ ഇത്തവണ ഫൈനലിൽ അർജന്റീനയെ കീഴടക്കി ലോക ചാമ്പ്യന്മാരായിരിക്കുകയാണ്. അപ്പോൾ ഇതുവരെ നടന്ന മത്സരങ്ങളെല്ലാം വിട്ടിട്ട് അവസാന മത്സരത്തിലേക്ക് വന്നപ്പോൾ എവിടെയാണ് അർജന്റീനയ്ക്ക് പിഴവ് സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് കളി കണ്ടവർക്ക് മനസ്സിലാകും. ആദ്യം മുതലേ സ്പെയിൻ അറ്റാക്കിംഗ് ആയിരുന്നു, നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അർജന്റീനയുടെ ഗോളി പരമാവധി ശ്രമിച്ചിട്ടുണ്ട്, ഡിഫൻസ് പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അർജന്റീനൻ ഗോൾ പോസ്റ്റിലേക്ക് സ്പെയിന്റെ താരങ്ങൾ നിറയൊഴിക്കുമ്പോൾ, അതായത് ബോള് വലയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ പരമാവധി കഴിഞ്ഞ തവണത്തെ ഹീറോ ആയ അതേ ഗോളി മാർട്ടിനസ് ഇത്തവണയും തന്റെ എന്താ പറയുക കൈയും മെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ചാടി ഈ പറയുന്ന രീതിയിൽ പുള്ളി സേവ് ചെയ്തു, കുറെ സേവ് ചെയ്തു. ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്യാവുന്നതിന്റെ പരമാവധി ആ മനുഷ്യൻ ചെയ്തു. പക്ഷെ ജയം സ്പെയിനൊപ്പമായിരുന്നു, കാരണം അത്രയ്ക്ക് അറ്റാക്കിംഗ് ആയിരുന്നു സ്പെയിന്റെ മത്സരം. നമുക്കറിയാം ആ ഒരു സ്റ്റാറ്റസ് നമുക്ക് തന്നെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ 700 ചില്ലുവാനും അല്ലെങ്കിൽ 800 അടുത്ത് പാസുകൾ സ്പെയിൻ നേടിയപ്പോൾ അർജന്റീന നേടിയത് കേവലം 400-ൽ താഴെ പാസുകളാണ്. സ്പെയിൻ ഒരു 10 12 അല്ലെങ്കിൽ 15 ഷോട്ടുകൾ അർജന്റീന ഗോൾ പോസ്റ്റിലേക്ക് പായിച്ചിട്ടുണ്ടെങ്കിൽ സ്പെയിന്റെ ഗോൾ പോസ്റ്റിലേക്ക് അർജന്റീന ഒരു ഷോട്ട് പോലും ഒരു 90 മിനിറ്റ് വരെ അടിച്ചിട്ടില്ല. അവസാനത്തെ ഒരു 10 മിനിറ്റോളം അർജന്റീന കളിച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് നമുക്ക് കൂട്ടാം. ആ ഒരു സമയത്ത് കളിച്ച ആ കളി തുടക്കം മുതൽ കളിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ കളി സ്പെയിന് കനത്ത വെല്ലുവിളിയായനെ അർജന്റീന. പക്ഷെ എന്താണ് സംഭവിച്ചത്? ഇവിടെ അർജന്റീന തുടക്കം മുതലേ എന്താ പറയാ പന്ത് കാലിൽ കിട്ടാതെ വിഷമിക്കുകയായിരുന്നു. അത്രയ്ക്ക് കിടിലൻ കളിയായിരുന്നു സ്പെയിന്റെ താരങ്ങൾ കളിച്ചത്. ലമിൻ യമാൽ എന്ന് പറയുന്ന പ്ലെയർ എന്താ പറയാ തന്റെ ഇടംകാലം കൊണ്ട് സുന്ദര ഷോട്ടുകളൊക്കെ പായിക്കുന്നു എന്നല്ലേ നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര രസമായിരുന്നു. ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ ഇതുപോലെ കളിമികവ് പുലർത്തുന്ന ആ ഒരു പയ്യൻ. അപ്പൊ എന്തായാലും ഈ കളിയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് അർജന്റീനയുടെ ഭാഗത്തുനിന്ന് എന്താ പറയുക സെമി വരെ കളിച്ച അർജന്റീനയല്ല, നമ്മൾ തോറ്റുപോയി എന്ന് അർജന്റീനയെ പറഞ്ഞിരുന്ന സമയങ്ങളിൽ 80-ാം മിനിറ്റോ അല്ലെങ്കിൽ 85-ാം മിനിറ്റോ കൊണ്ടോ കളി മാറ്റി കളി വിജയത്തിലേക്ക് എത്തിയിരുന്ന ഒരു ടീമായിരുന്നു അർജന്റീന. ആ കളി അവർ മറന്നുപോയി ഫൈനലിലേക്ക് വന്നപ്പോൾ. അവിടെയാണ് പാളിച്ച പറ്റിയത്. അപ്പം എന്താണെങ്കിലും ഇവിടെ സ്പെയിൻ കളി ജയിച്ചപ്പോൾ അർജന്റീന തോറ്റു കഴിഞ്ഞപ്പോൾ അർജന്റീന ഫാൻസ് കുറെ പേര്, ഞാനിനി കളിയിൽ നിന്ന് മാറി കുറച്ച് ഫാനിസത്തിലേക്ക് കയറുകയാണ്. കാരണം എവിടെ തോറ്റു, എന്തുകൊണ്ട് തോറ്റു എന്നുള്ളത് നമുക്ക് ഏകദേശം മനസ്സിലായി. കാരണം അർജന്റീന ഇതുവരെ സെമി വരെ കളിച്ച ഒരു കളിയേ അല്ല, അത് അവര് ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു തോൽവിയായിരുന്നു. അർജന്റീനൻ ഫാൻസ് തന്നെ കളിയെ നന്നായിട്ട് വിലയിരുത്തുന്നവർ തന്നെ പറയുന്നുണ്ട് അർജന്റീന ഈ തോൽവി ഡിസേർവ് ചെയ്യുന്നു എന്ന്. ഫൈനലിലെ മത്സരത്തിന്റെ കാര്യമാണ്. കാരണം നല്ല ഒരു കളി വന്നിട്ടില്ല. കാരണം അവരുടെ നമുക്കറിയാം ലോകത്തിലെ തന്നെ 1-ാം നമ്പർ പ്ലെയർ ആയ മെസ്സി വരെ ടീമിലുണ്ടായിട്ട് മെസ്സിക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവസാന നിമിഷം മെസ്സിയുടെ കോർണർ കിക്കുകളും കാര്യങ്ങളൊക്കെ വന്നെങ്കിൽ പോലും അതൊരു വെല്ലുവിളി ഉയർത്തിയിരുന്നെങ്കിൽ പോലും അത് സ്പെയിന്റെ ഗോളിയും സ്പെയിന്റെ ഡിഫൻസും തകർത്തു. ആ വെല്ലുവിളികളെ എല്ലാം തകർത്തു വിടുന്നതാണ് നമ്മൾ കണ്ടത്. ഇനി എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ നാട്ടില് കേരളത്തിലെ കാര്യം മാത്രം ഞാൻ പറയാം. കേരളത്തില് ബ്രസീല്, പോർച്ചുഗൽ, അർജന്റീന ഫാൻസ് ആയിരുന്നു കൂടുതൽ. പിന്നെ ഇംഗ്ലണ്ട് ഉണ്ട്, ജർമ്മനി ഉണ്ട്. പക്ഷെ എങ്കിലും അർജന്റീന, പോർച്ചുഗൽ, ബ്രസീൽ ഫാൻസിന്റെ ഒരു ആധിപത്യം നമുക്ക് കാണാം. മറ്റു ഫാൻസുകാർക്ക് ക്ലെയിം ചെയ്യാമെങ്കിൽ ക്ലെയിം ചെയ്യുക. ഉണ്ട്, നിങ്ങൾ എല്ലാവരും ഉണ്ട്, ജർമ്മനിക്കും ഉണ്ട്, എല്ലാ ടീമിനും ഫാൻസ് ഉണ്ട്. പക്ഷെ എങ്കിൽ ഈ 3 ടീമിനെയാണ് എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത്. അവിടെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ തകർന്നുപോയി. എന്തുകൊണ്ടാണ് പോയത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. കാരണം ആ ഒരു മനുഷ്യനെ അവിടെ നിർത്തി ബാക്കിയുള്ളവർ കളിക്കുമ്പോൾ മനുഷ്യന്റെ കാലിലേക്ക് പന്ത് പോലും കൊടുക്കാതെ അവസാനം സ്വന്തം ടീം തന്നെ തോപ്പിച്ച ഒരു അവസ്ഥയായിരുന്നു പോർച്ചുഗലിനെ. കളി കണ്ടപ്പോൾ മനസ്സിലായി. രണ്ടാമത് ബ്രസീലിന്റെ കാര്യം പറയാനാണെങ്കിൽ ബ്രസീല് അവരുടെ ആ പഴയ പ്രഭാവത്തിലേക്കൊന്നും എത്തുന്നില്ല. ഇപ്പോഴും ഞാനൊരു ബ്രസീൽ ആരാധകനാണ്. പക്ഷെ എന്റെ ടീം ബ്രസീൽ തോറ്റു കഴിഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമായി. ആ നെയ്മാറിനൊക്കെ ഒരു തരത്തിൽ ആ ചെറുക്കനൊന്ന് കളിക്കാൻ വേണ്ടി ഇറങ്ങി വരുന്നേ. നമ്മൾ പറയത്തില്ലേ, കളിക്കാൻ ഇറങ്ങി കഴിഞ്ഞാൽ അന്നേരം അവന്റെ കാല് തല്ലി ഓടിക്കൂ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. ആ ഒരു അവസ്ഥയിൽ നിന്ന് പരിക്കുകൾ വിട്ടുമാറി. കാരണം അത്രയ്ക്ക് അധികം ഉപദ്രവങ്ങൾ ആ നെയ്മർ നേടിയിട്ടുണ്ട്. ആ പരിക്കുകളെല്ലാം വിട്ടുമാറി കളിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് എന്താണ്? അവസാന നിമിഷങ്ങളിലാണ് കളിക്കാൻ ഇറക്കിയത്. പരിക്കിന്റെ പിടിയിലായിരുന്നു. അവിടെ നിന്നും കയറി വന്നപ്പോൾ അവസരം
ഇല്ലാത്തൊരു സാഹചര്യമായിരുന്നു. അവസാന നിമിഷമൊക്കെ കളിക്കേണ്ടി വന്നു, ടീം പുറത്തേക്ക് പോയി. എന്തായാലും അങ്ങനെ അവരെല്ലാം അങ്ങനെ പോയി. അങ്ങനെ പോകുമ്പോൾ ഓരോ ടീംസും ഇങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ ഇവിടെ അർജന്റീനയുടെ ആരാധകരാണ് നമുക്കിവിടെ നാട്ടിൽ ഒരുപാടുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അവരെല്ലാരും കൂടെ ഓരോ രീതിയിൽ ട്രോൾ. ഞാൻ ഈ സൈഡിൽ അതിന്റെ വീഡിയോകളൊക്കെ ഞാനൊന്ന് പ്ലേ ചെയ്യാം. സൈഡിൽ അതിന്റെ വീഡിയോസ് ഞാൻ ജസ്റ്റ് ഒന്ന് എല്ലാം ചെയ്ത് പോകുന്നുണ്ട്. ഫാൻസുകാർ തമ്മിലുള്ള പോര്, അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെ അവസ്ഥയായിരുന്നു. നമുക്കും ഉണ്ടായിരുന്ന ഒരു ഗ്രൂപ്പ്, നമ്മുടെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ കാൽപന്ത് കളി എന്ന് പറഞ്ഞ നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഗ്രൂപ്പിൽ എല്ലാ ടീമുകളുടെ, ബ്രസീൽ, അർജന്റീന, പോർച്ചുഗൽ, ഇംഗ്ലണ്ട്, എല്ലാ ഒരുമാതിരി ടീമുകളുടെ എല്ലാം ഉണ്ട്. എങ്കിലും പോർച്ചുഗൽ, അർജന്റീന, ബ്രസീൽ ആയിരുന്നു കുറച്ചുകൂടെ മുമ്പിൽ നിന്ന്. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ട്രോളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ട്രോളുമായിരുന്നു. പക്ഷെ എന്നാ പറയുന്നത്, അതൊരു എല്ലാം ഒരു ഫൺ മോഡിലാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ കാണുന്നത് ഈ ഭയങ്കരമായിട്ട് വികാരം പൊട്ടിമുളച്ച്, അല്ലെങ്കിൽ ആ ഒരു വികാരധീരനായിട്ട് എന്താ പറയാ, ഓരോ താരങ്ങളുടെയും വലിയ കട്ടൗട്ടുകളും ഫ്ലെക്സുകളും ഒക്കെ കുത്തിക്കീറുന്നു. ഭയങ്കര മോശമാണ്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റ് രാജ്യങ്ങളുടെ അവര് എന്താ പറയാ, ബ്രസീലാണേലും അർജന്റീന ആണെങ്കിലും ഈ പറയുന്ന എന്താ പറയാ പോർച്ചുഗലിലെ ആണെങ്കിലും അതെല്ലാം അവരുടെ രാജ്യത്തെ ഓരോ താരങ്ങളാണ്. മാത്രമല്ല അവരുടെ രാജ്യത്തെ കൊടി, അതൊക്കെയാണ് നമ്മൾ ഇവിടെ ചവിട്ടിക്കൂട്ടി എറിയുന്ന പലരും അങ്ങനെ ചെയ്യുന്ന കാണിച്ചു. പക്ഷെ അത് നമ്മൾ വേറൊരു രീതിയിൽ ചിന്തിക്കുമ്പോൾ, നമ്മൾ ഇതൊരു ഫാൻസ് തമ്മിലുള്ള ഫാൻ ഫൈറ്റ് ആയിട്ട് വേണമെങ്കിൽ ചിന്തിച്ചു വിടാമെങ്കിലും അതിന്റെ മറ്റൊരു വശത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ഇന്ത്യൻ പതാക ആരെങ്കിലും ഇതുപോലെ ചവിട്ടി മാറ്റുന്നതാണ് നമുക്ക് സഹിക്കുമോ? നമ്മുടെ പതാകേനെ എന്താ പറയാ, മോശമായി ചിത്രീകരിക്കുകയോ അല്ലെ മോശമായി കാണിക്കുകയോ അല്ലെങ്കിൽ അത് വേറൊരു രീതി പിടിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ, ഉരുട്ടോ എന്താ പറയാ, നമ്മുടെ ദൃഷ്ടിയിൽ അങ്ങനെ പതിഞ്ഞാൽ നമുക്കൊരു വിഷമം തോന്നും. കാരണം നമ്മുടെ രാജ്യത്തിന്റെ പതാകയാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇവിടെ വളരെ മോശകരമായ രീതിയിൽ ഓരോ കാര്യങ്ങൾ ചിത്രീകരിക്കുന്നത്. അപ്പം ചിത്രീകരിക്കുന്നതല്ല, ഓരോ ആളുകൾ ചെയ്യുന്നത് ഭയങ്കര മോശമാണ്. ഓരോ ടീം തോറ്റു കഴിയുമ്പോഴത്തേക്ക് ആ ടീമിന്റെ കട്ടൗട്ടുകളെല്ലാം കുത്തിക്കീറുക. ഞാൻ ഈ സൈഡിൽ ഓരോ വീഡിയോസ് പ്ലേ ചെയ്യാം. കാരണം ഇന്നലെ തന്നെ അർജന്റീന തോറ്റു കഴിഞ്ഞപ്പോൾ അർജന്റീനയുടെ മെസ്സിയെ ഒക്കെ ഒരു ശവപ്പെട്ടിയിൽ വെച്ച് അടക്കുന്ന രീതിയിലൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഓരോരുത്തർക്ക് ആവിഷ്കരിച്ചിരിക്കുക. പക്ഷെ അവിടെ നേരത്തെ പോർച്ചുഗൽ ഔട്ടായപ്പോഴും റൊണാൾഡോയെ ശവപ്പെട്ടിയിൽ വെച്ച് അടക്കി കൊണ്ടുപോകുന്ന രീതിയിൽ കാണിച്ചു. അത് കഴിഞ്ഞ് ബ്രസീലിന്റെ അങ്ങനെ കാണിച്ചു. എല്ലാവരും പല രീതിയിലാണ് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല. നമുക്ക് ഇഷ്ടമുള്ള ടീമുകൾക്ക് വേണ്ടി നമുക്ക് ഫൈറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാം വെർബലി ഫൈറ്റ് ചെയ്യാം. നമുക്ക് തല്ലാനോ പിടിക്കാനോ ഒന്നും പോകണ്ട. ഇത് മനുഷ്യന്റെ ഒരു അക്രമ സ്വഭാവമാണ് ഞാൻ നോക്കിയിട്ട് കാണുന്നത്. അത്രയും ഫാനിസം, ഒരുമാതിരി പ്രാന്ത് പിടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുക. അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർ തന്നെയായിരിക്കും. ഇപ്പൊ ഞാനും എന്റെ മറ്റൊരു കൂട്ടുകാരനും തമ്മിൽ ഞങ്ങൾ രണ്ട് ടീമാണ് എന്നും പറഞ്ഞ് നമ്മള് കളി തോക്കുമ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കാം. പകരം എന്റെ മുന്നിൽ വെച്ച് എനിക്ക് ഇഷ്ടമുള്ള ഒരു പ്ലെയറുടെ ഇത് വലിച്ചു കീറുവോ ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് സഹിക്കുമോ? അത് ഭയങ്കര അക്രമശക്തമായ ഒരു അക്രമ സ്വഭാവമാണ് കാണിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. പക്ഷെ ഇതിപ്പോ ഒരു മത്സരമായതുകൊണ്ട് എല്ലാവരും ആ ഒരു രീതിക്ക് തന്നെ ആയിരിക്കും കാണുന്നതെന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ അധികാരികൾക്കോ എന്താ പറയാ, മറ്റു രാജ്യത്തെ ആളുകൾക്കോ ഇതൊന്നും ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നില്ല. അല്ലെങ്കിൽ ഇതിനി പ്രശ്നമാകുമോ എന്നും അറിയത്തില്ല. കാരണം ഒരു രാജ്യത്തിന്റെ പതാകയൊക്കെ ഇതുപോലെ വലിച്ചു കീറുക, പ്ലേയേഴ്സിനെ പോട്ടെ, നമ്മുടെ നാട്ടിലാണെങ്കിലും നമ്മുടെ ഓരോ പ്ലേയേഴ്സിനെയൊക്കെ മലയാളികൾ തന്നെ നമ്മുടെ നാട്ടിലെ ഓരോ പ്ലേയേഴ്സിനെ ട്രോളെന്ന് കാണുമ്പോഴത്തേക്കും നമുക്ക് സങ്കടം തോന്നും. അപ്പൊ അന്ന് പറയുന്ന പോലെയാണ്. പക്ഷെ എന്തായാലും ആ ഫാനിസം തലയ്ക്ക് പിടിച്ച് അതിന്റെ ഏറ്റവും മൂർധന്യ അവസ്ഥയിൽ എത്തിക്കഴിയുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അത്രയൊക്കെ പോണോ എന്നുള്ള കാര്യം ഞാൻ ചിന്തിച്ചു പോകുന്നതാണ്. എന്റെ ചിന്തയിൽ വരുന്ന കാര്യമാണ് ഞാൻ സംസാരിക്കുന്നത്. അത് മറ്റുള്ളവർക്ക് ആ ഒരു ചിന്തയാകണമെന്നില്ല. എന്തായാലും പല സ്ഥലങ്ങളിലും തല്ലും വഴക്കും എല്ലാം ഉണ്ടായിട്ടുണ്ട്. ഈ വഴക്കും കാര്യങ്ങളും എല്ലാം ഉണ്ടാകുന്നത് അവരുടെ തന്നെ സുഹൃത്തുക്കൾ തമ്മിലായിരിക്കും എന്നുള്ളതാണ്. നല്ല സൗഹൃദങ്ങളാണ് അവിടെ ഫാനിസം പിടിച്ചിട്ട് അവസാനം തല്ലും പിടിയും വഴക്കുമായിട്ട് പോകുന്നത്. അപ്പം ഫാൻ ഫൈറ്റ് കാര്യങ്ങളെല്ലാം വെർബലി ആകാം. പക്ഷേ ഒരു അക്രമശക്തമായ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. എന്തായാലും ഇനി കളിയിലേക്ക് നമുക്ക് തിരിച്ചു വരാം. കളിയിലേക്ക് തിരിച്ചു വരുമ്പോൾ അർജന്റീനൻ പ്ലേയേഴ്സ് എന്താ പറയാ, നമുക്ക് അവസാന നിമിഷം അവരുടെ ഭാഗത്ത് നിന്നുണ്ടായ കാര്യങ്ങൾ, അവര് ഗോള് വഴങ്ങിക്കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ അവരെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നില്ല എന്നുള്ള ഒരു കാര്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ കുറച്ച് എന്താ പറയാ ആക്രമണ സ്വഭാവം അവരും കാണിച്ചായിട്ട് കളിയിൽ ഗ്രൗണ്ടിലെ കാര്യം കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്കിൾ ചെയ്യുക, ഇടിച്ചിടാനുള്ള ശ്രമങ്ങൾ, ഒരു റെഡ് കാർഡ് വരെ അവർക്ക് കിട്ടി. സ്പെയിന്റെ സൈഡിൽ നിന്നും ഉണ്ടായി, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല രണ്ട് സൈഡിലും. പക്ഷെ ഇത്തവണ
ഒരു കാര്യം കൊണ്ട് ഞാൻ ശ്രദ്ധിച്ചു, നമ്മുടെ പല ആളുകളും പറഞ്ഞിരുന്നത് അർജന്റീനയ്ക്ക് വേണ്ടിയിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്ന കപ്പാണ്, അർജന്റീനയ്ക്ക് അനുകൂലമായിട്ട് റഫറികൾ തീരുമാനം എടുക്കുന്നുണ്ട് എന്നുള്ള പല രീതിയിലുള്ള സംസാരങ്ങളും ഉണ്ടായിരുന്നു. എല്ലാത്തിനെയും പൊളിച്ചടുക്കി കളയുന്ന ഒരു മത്സരമായിരുന്നു ഈ ഫൈനൽ. കാരണം അങ്ങനെ അർജന്റീനയ്ക്ക് വേണ്ടിയിട്ട് നിൽക്കുന്ന റഫറിമാരായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇപ്പോൾ സ്പെയിൻ കപ്പടിക്കില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആ വക കാര്യങ്ങളെല്ലാം പൊളിച്ചടുക്കിയിരിക്കുകയാണ്. എന്തായാലും സ്പെയിന്റെ ഭാഗത്തു നിന്നും വന്ന ഒരു കിടിലൻ ഒരു മത്സരമാണ് നമ്മൾ കണ്ടത്. അവര് ലോക ചാമ്പ്യന്മാരായി. എനിക്ക് തോന്നുന്നത് 2010 വർഷം ഞാൻ ഓർക്കുന്നില്ല, അതിന് മുന്നേ അവർ കപ്പ് നേടിയത്. എന്തായാലും സ്പെയിന്റെ ചുണക്കുട്ടികൾ തകർത്ത് കളഞ്ഞു, പറയാതിരിക്കാൻ മേല. അർജന്റീന ഫാൻസ് ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് എന്ന് അറിയാം, കാരണം മെസ്സിയുടെ കാര്യമാണെങ്കിൽ പോലും. പക്ഷെ ഇതൊരു കളിയാണ്, കളിയാകുമ്പം ജയവും തോൽവിയും ഉണ്ടാവും. ഇനിയും ലോകകപ്പുകൾ വരും. ഉറപ്പായിട്ടും അർജന്റീനയ്ക്ക് ഇനിയും സാധ്യതകളുണ്ട്. മെസ്സി എന്ന് പറയുന്ന ഒരു താരം കളിയിൽ നിന്ന് പടിയിറങ്ങുകയാണെങ്കിൽ, കാരണം ഇപ്പോഴത്തെ ഒരു ഏജ് വെച്ചിട്ട് കളിയിൽ നിന്ന് പടിയിറങ്ങുകയാണെങ്കിൽ ഇപ്പോഴും മെസ്സിക്ക് പിൻഗാമികളായിട്ട് എണ്ണം പറഞ്ഞ താരങ്ങളുള്ള ഒരു ടീമാണ് അർജന്റീന. അപ്പം അവരെ സംബന്ധിച്ച് തിരിച്ചു വരാം. മാത്രമല്ല, എനിക്ക് ഏറ്റവും സങ്കടം വന്നൊരു കാര്യം, മെസ്സിയുടെ കളി കഴിഞ്ഞപ്പോൾ മെസ്സിയുടെ കണ്ണിൽ നിന്ന് വന്ന കണ്ണുനീര്, പ്ലസ് അവരുടെ കോച്ച് പ്രസ് മീറ്റിനിടയിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പോകുന്നതൊക്കെ കണ്ടപ്പോൾ നമുക്ക് കുറച്ച് സങ്കടമൊക്കെ തോന്നി. കാരണം ഒന്ന്, ആ കോച്ചിനെ കുറിച്ച് പറയാനാണെങ്കിൽ, അദ്ദേഹം കഴിഞ്ഞ തവണ അർജന്റീനയെ ലോക ചാമ്പ്യന്മാരാക്കിയതാണ്, ഇത്തവണ ഫൈനൽ വരെ എത്തിച്ച കോച്ചാണ്. അപ്പോൾ അദ്ദേഹം ഒരിക്കലും ഒരു കരയേണ്ട മനുഷ്യനല്ല, പോരാളിയാണ്. പക്ഷെ പറയാൻ പറ്റില്ല, നമുക്കെല്ലാം ഇതുണ്ട്. ഒരു ടീം എന്ന് പറയുമ്പോൾ നമ്മൾ നെഞ്ചേറ്റി നമ്മുടെ സ്വന്തം ജീവന തുല്യം നമ്മൾ സ്നേഹിക്കുന്നതാണ്. ആ ടീം തോക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന നമുക്ക് മനസ്സിലാവും. നമ്മൾ ഒരു സാധാരണക്കാരനാണെങ്കിൽ, ഒരു എവിടെയൊരു മത്സരത്തിന് പോയാലും തോറ്റു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു വിഷമം, അത് തന്നെയാണ് അവിടെ സംഭവിച്ചതെന്നറിയാം. എന്തായാലും ഈ വികാരങ്ങൾ പൊട്ടി പോകുന്ന സമയങ്ങളിൽ വിരമിക്കൽ പോലുള്ള കാര്യങ്ങളിലേക്കൊന്നും ആരും ചിന്തിക്കാതെ, കാരണം മെസ്സിക്കാണെങ്കിൽ 39 വയസ്സേ ആയിട്ടുള്ളൂ, ഇനിയും കളിക്കാം, ഇഷ്ടംപോലെ കളിക്കാനുള്ള. കാരണം അദ്ദേഹത്തിന് കളിക്കാൻ എത്രമാത്രം പറ്റുമോ, എത്ര നാൾ വരെ അദ്ദേഹത്തിന് നല്ല ഫോമിൽ കളിക്കാൻ പറ്റുമോ. നല്ല ഫോം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പ്രായം കഴിയുമ്പോൾ ഉറപ്പായിട്ടും ഫോമിന്റെ ഇതൊക്കെ മാറും, നമ്മുടെ പേസും കാര്യങ്ങളും എല്ലാം മാറും. എങ്കിലും അദ്ദേഹത്തെ കൊണ്ട് എത്ര നാൾ കളിക്കാൻ പറ്റുമോ അത്ര നാളും അദ്ദേഹത്തിന് കളിക്കാൻ മനസ്സുണ്ടെങ്കിൽ കളിക്കട്ടെ. കാരണം മെസ്സി ആരാധകർ ഒരുപാട് പേരുണ്ട്. മെസ്സി എന്ന് പറയുന്ന മനുഷ്യനെ പോലെ തന്നെ ആ മനുഷ്യനിലൂടെ തന്നെ അർജന്റീന എന്ന ആ ഒരു മെസ്സിക്ക് വേണ്ടി അർജന്റീനയെ ഒരുപാട് സ്നേഹിക്കുന്ന ആളുകളുണ്ട്. അപ്പം എന്തായാലും മെസ്സി കളി തുടരും എന്നാണ് വിചാരിക്കുന്നത്. കാരണം അവരൊക്കെ കളത്തിലുണ്ടെങ്കിൽ നമുക്ക് കളി കാണാൻ ഒരു ആവേശമാണ്. കാര്യം പറഞ്ഞാൽ നമ്മൾ എതിർ ടീം, നമുക്കിപ്പോൾ ഞാനൊരു പറയാതെ, ഞാൻ ബ്രസീലും, എൻ്റെ ടീം ബ്രസീലാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ടീം. എതിർ സൈഡിൽ അർജന്റീന ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളെ സംബന്ധിച്ച് മെസ്സി എന്ന് പറയുന്ന ഒരു പ്ലെയറിനെ നമ്മളിങ്ങനെ ഉറ്റുപോകും. കാരണം അത്രയും കിടലൊരു ഒരു പ്ലെയർ ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ നോക്കുന്നത്. കാരണം മെസ്സി എന്ന് പറയുന്ന പ്ലെയറിനെ നമ്മൾ എത്രമാത്രം പിടിച്ചു നിർത്താൻ പറ്റുമോ അത്രമാത്രമേ നമ്മുടെ ടീമിന് മുന്നേറാൻ പറ്റുള്ളൂ. അങ്ങനെ നല്ല രീതിയിൽ കളി ആസ്വദിക്കുന്ന ആളുകളായിട്ട് നമ്മുടെ ആളുകൾ വരട്ടെ. ഒരുപാട് പേര് സ്പോർട്സിലേക്ക് വരട്ടെ. നമുക്ക് സ്പോർട്സിലൂടെ ഒരുപാട് വളരാൻ സാധിക്കും. അപ്പം അതൊക്കെ നമുക്ക് മറ്റ് രാജ്യങ്ങളുടെ ടീമുകൾ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ ഇനി ഫുട്ബോൾ എന്ന് വളർന്നു വരും എന്നറിയത്തില്ല. പറഞ്ഞു വരുമ്പം കാട് കയറി പോകുന്നുണ്ടെങ്കിലും ഇന്ത്യൻ ഫുട്ബോൾ വളരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കാരണം ഇന്ത്യയിലെ അണ്ടർ-16 മത്സരത്തിൽ ഇന്ത്യ ബ്രസീലിനെ തോൽപ്പിച്ചു. അങ്ങനെ പല രാജ്യങ്ങളെ തോൽപ്പിച്ച് കപ്പൊക്കെ വാങ്ങുന്നുണ്ട്, നേടിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. ഇന്ത്യൻ ഫുട്ബോൾ അടുത്ത ലോകകപ്പിൽ കളിക്കാൻ ഉതകുന്ന രീതിയിലേക്ക് എത്തപ്പെടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഏതായാലും വീഡിയോ കണ്ട് അഭിപ്രായം പറയാനുള്ളവർ ഉറപ്പായിട്ടും പറയണം കമന്റ് ബോക്സിൽ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, താങ്ക് യു.